സോ ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റുമായിട്ടാണ് ഗൈസ്. ഇത് മൈൻക്രാഫ്റ്റ് ഇത് നമ്മുടെ മൊബൈലിൽ കളിക്കാൻ പറ്റിയ MB ശകലമുള്ള ഒരു ഗെയിമാണ് ഗൈസ്. ഇവർ 32 MB കാര്യങ്ങൾ മാത്രമേ ഇതിന് എന്തൊക്കെ വരുന്നുള്ളൂ. അതാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഗൈസ്. അപ്പം ഇതിൻ്റെ പേര് വന്നിട്ട് ക്രാഫ്റ്റ് വേൾഡ് എന്നാണ്. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്ന വേറൊരു ഗെയിമാണ്. ഇതേപോലെ കുറേ ഗെയിമുണ്ട്. അപ്പം എൻ്റെ കണ്ണിൽപ്പെട്ട ഈ ഒരു ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിന് നമുക്ക് കളിച്ചളയാം ഗൈസ്. അപ്പം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുള്ളൂ. അത് ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതിനകത്ത് 2 മോഡുണ്ട്, സർവൈവലും ക്രിയേറ്റീവ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും സർവൈവലാണ് കളിക്കുന്നത്. കാരണം ഇത് അതിൻ്റെ പേരെന്തായിരുന്നു, ഇത് സർവൈവൽ എന്ന് പറഞ്ഞാൽ ഗൈസ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സാധനങ്ങൾ. അതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ വലിയ താല്പര്യമില്ല. എനിക്ക് ക്രിയേറ്റീവാണ് ഗൈസ് ഇത്രയും ഇഷ്ടം. അവരറിഞ്ഞ് നമുക്ക് തരണം. അപ്പോൾ ഇതിന് നമുക്കൊരു പേരിടാം, ഈ വേൾഡിന് നമുക്കൊരു പേരിടാം, ടോം എന്നിടാം. ടോം. ഓക്കെ. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് തന്നെ കളിക്കളയാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ എന്താ ഇപ്പോൾ ആദ്യം തന്നെ ഗൈസ് ഇത് ഏതൊരു സ്ഥലം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് വെള്ളം. ഗൈസ് നമുക്കൊരു വീട് പണിയണം ഇവിടെ. അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മളൊരു നല്ലൊരു വിശാലമായ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു വിശാല സ്ഥലം നമുക്ക് കണ്ടുപിടിച്ചാൽ ഇവിടെ ഇപ്പോൾ വിശാല സ്ഥലം എന്ന് പറയാൻ ഗൈസ് കണ്ടു ഈ കാണുന്നുണ്ടല്ലേ, ഇവിടെ നമുക്ക് വീട് വയ്ക്കാം കേട്ടോ. ഇവിടെ നമുക്ക് വീട് വയ്ക്കാം. താഴട്ടെ ഇവിടെ എന്തോ ഗുഹയൊക്കെ. സോ ഗൈസ് അയ്യോ പുല്ലും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇവിടെ ആട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ പുല്ലൊക്കെ നമുക്ക് വെട്ടിക്കളയേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ആയുധങ്ങളൊന്നും വേണ്ട, നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതൊക്കെ വെട്ടിക്കളയുന്നതേ ഉള്ളൂ. കുറേ പുല്ലൊക്കെ അവിടെ നിൽക്കട്ടെ ഗൈസ്. നമുക്ക് ഒരു ചെറിയ വീടാണ് വയ്ക്കാനുള്ളത്. അപ്പം അത്രയും സ്ഥലം മതി. അതുകൊണ്ട് നമുക്ക് വലിയ രീതിക്ക് പുല്ലും കാര്യങ്ങളൊന്നും വെട്ടിക്കളിക്കണ്ട. ഓക്കെ ഗൈസ്, ഇവിടെയും കൂടെ ഒക്കെ കുറേ പുല്ലിരിപ്പുണ്ട്. സോ ഗൈസ് ഇവിടെ എന്തോ അയ്യോ അങ്ങനെയാണ് ഇതിരിക്കും ഇമ്മാർ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ. ഓക്കെ ഗൈസ്, അപ്പം ഇതിപ്പോൾ എങ്ങനെയാണ്? ഓക്കെ, ഞാൻ ഇവിടുത്തുള്ള പുല്ലല്ല വെട്ടി തെളിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ അയ്യോ സൂസ് നോക്കട്ടെ. ഞാൻ ഈ ഒരു പുല്ല് ഇനിയും പോകണ്ടല്ലോ. ഓക്കെ, ഈ ഇത്രയും സ്ഥലം മതിയാവുമോ നോക്കട്ടെ. ഓ ഗൈസ് ഇവിടെ ഒരു പുല്ല് നിൽപ്പുണ്ട്, അതിനെയും കൂടെ ഒന്ന് വെട്ടി തെളിക്കാം. സോ ഗൈസ് അപ്പം ഇത്രയും സ്ഥലം മതിയാവും. അതുകൊണ്ട് നമുക്ക് ഇത്തിരി വീതി വേണം ഗൈസ് വീടിന്. അപ്പം നമുക്ക് ഈ ഒരു ഇത് തന്നെ സ്ഥലം ഇത്തിരി വേണ്ടി വരും. സോ ഗൈസ് അപ്പോൾ ഇത്തിരി വീതി വേണമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതെന്തോ ഗുഹയാണ്. അയ്യോ സീൻ്റെ മണ്ടയ്ക്ക് ഞാൻ വീണു. അയ്യോ കയറാൻ പറ്റില്ല. കയറി. സോ ഗൈസ് ഞാൻ ആദ്യം കളിച്ചുകൊണ്ടിരുന്ന ഇതല്ല ഗൈസ്, ഞാൻ ലോക്കി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. അത് എൻ്റെ ഫോണിനകത്താണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് ഗൈസ്. അപ്പം എൻ്റെ ഫോൺ ഇപ്പം പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇപ്പം അത് കളിക്കാൻ പറ്റിയില്ല. ഓക്കെ, പിന്നെ ഗൈസ് ഇത്രയും സ്ഥലം മതി കേട്ടോ. ഇത്രയും സ്ഥലം മതി. അപ്പോൾ ഇതിരി ഒന്ന് ബാക്ക് വ്യൂ നോക്കാം. പൊങ്ങട്ടെ അപ്പോൾ മോളിൽ നിന്നൊരു വ്യൂ നോക്കി കളയാം. സോ ഗൈസ് ഇത്രയും സ്ഥലം മതിയാവും തോന്നുന്നു. നമുക്കൊരു വീട് ഞാൻ ഒരു എന്താ പറയുക വച്ച് നോക്കാം. നമുക്ക് ഒരു പ്ലേസ് മതിയാവും. എന്തായാലും ഒരു വീട് വെച്ച് നോക്കാം. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല അങ്ങനെയാണ് വീട് വയ്ക്കേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും 3 കട്ട ഇവിടെ വയ്ക്കാം. 3 കട്ട വെച്ചിട്ട് ആട്ടുംകുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്, ചെമ്മരിയാടുകൾ ഒക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ 4 കട്ടയിൽ നമ്മൾ വെച്ചു. അപ്പോൾ ഈ താഴട്ടെ ഞാൻ താഴട്ടെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും വീതി അത് പൊട്ടി. ഓക്കെ ഗൈസ് ഇത്രയും വീതിയും കാര്യങ്ങളൊക്കെ മതിയാവും. നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് ഇവിടെ ഈ പച്ചപ്പുല്ല് എനിക്ക് ഇതിനകത്ത് കാണാം. ഉണ്ടാ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനപ്പം പൊളിച്ച് മാറ്റാം. നമുക്ക് ഈ പച്ചപ്പുല്ലുകൾ ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഇത്തിരി വീതി കൂട്ടാം ഈ സ്ഥലം. ഓക്കെ, വീതി കൂട്ടിയാൽ നൈസായിരിക്കും ഈ സ്ഥലം. ഓക്കെ യെസ്, ഇതെന്തുവാ?
ഇപ്പോൾ ഓക്കെ. ഗൈസ് ഇവിടെ ഒരു എല്ല് ഷേപ്പ് പോലത്തെ എന്തോ സംഭവം, അതിനെയും കൂടെ നമുക്ക് എന്തായാലും മറിച്ചളയാം. ഇതെന്താ ഇവിടെയൊക്കെ വരുന്നത്? ഓക്കെ, നമ്മളെന്തായാലും സ്പേസ് ഇത് ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. മുമ്പത്തെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു എനിക്ക് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഈ ബ്ലോക്കല്ലേ, ഈ ബ്ലോക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് തന്നെ, ഈ ബ്ലോക്ക് തന്നെയാണ്, ആ ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും വീതി വേണം കേസ് ഒരു വീടാകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതെന്താ ഞാൻ വയ്ക്കുമ്പോൾ അവിടെയൊക്കെ വരുന്നത്, അത് എനിക്കിഷ്ടമായിരുന്നില്ല. അപ്പോൾ തുറന്നല്ലേ, ബാക്കിലോട്ടോ അല്ല, ബാക്ക്. ഓക്കെ, നമ്മളെ ഫ്രണ്ട് ഭാഗം നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഡോറും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് പരിപാടിയുണ്ട്. നമുക്കെന്തായാലും താഴേണ്ട ആവശ്യമുണ്ട്. ഒരു കാര്യം ചെയ്യാൻ ഈ ഒരു സംഭവം ഇവിടെ വയ്ക്കാം. അതാകുമ്പോൾ നമുക്കിങ്ങനെ പടിയായിട്ട് വയ്ക്കാം. ഈ ഡോറും കാര്യങ്ങളൊക്കെ ഇനി ഇതിനകത്തുണ്ട്. ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമിൽ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഇതിനകത്തുണ്ടാവും. ഓക്കെ, ഡോറും കാര്യങ്ങളൊക്കെ ഈ ഗെയിമിനകത്തുണ്ട്. അപ്പോൾ സിൻഡാക്കീസ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങേണ്ടത് ഒരു ആവശ്യമുണ്ട്. ഞാൻ വെറുതെ താങ്ങും. നമുക്കെന്തായാലും ഇങ്ങനെ വച്ച് വരാം. ഇത്രയും സ്പേസ് ആയിട്ടുണ്ട്. ബട്ട് ഒരു ഉണ്ട് പിന്നെ നടുക്കോട്ട് വയ്ക്കാം. പക്ഷേ ഇതിൻ്റെ നടുവ് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സ്പേസ് ആയിട്ട് തന്നെ നടുവാണെന്ന് തോന്നുന്നത്. അയ്യോ, വയ്ക്കാം. ഇതെന്തുവാ അത് പൊങ്ങണം. ഇതിൻ്റെ ഗെയിം പ്ലേ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലെന്ന്. മനസ്സിലാവുന്നുണ്ടല്ലോ. കണ്ട. പിന്നെ ഞാൻ ഒരു ഇൻ്റലിജൻറ്റ് പയ്യനായതുകൊണ്ട് പിന്നെ സീനില്ല. ഇതിൻ്റെ നടുവ് എനിക്ക് കണ്ടുപിടിക്കണം. ഒരു ഡോർ വയ്ക്ക്. നമുക്ക് ആദ്യം ഒരു ഡോറ് വെച്ച് നോക്കാം, അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡോർ അല്ല, ഈ സൈഡ് നമുക്ക് ഈ ഒരു ഡോർ തന്നെ വയ്ക്കാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഇത്തിരിയും കൂടെ ഇത് കൂടെ വയ്ക്കാനുണ്ട്. നമ്മളിപ്പോൾ ഒരു ചരിവായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെയും കൂടെ ഒരെണ്ണം വയ്ക്കാം. ഇല്ലേ? ഓക്കെ നമ്മൾ ഫ്രണ്ടും കാര്യങ്ങളും തുറക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് പോലത്തെ സംഭവമില്ല, അത് വയ്ക്കണം. സ്റ്റെപ്പ് പോലെ വയ്ക്കാൻ നമുക്കിനിയിപ്പം ഈ ഒരു സംഭവം നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഓടിക്കയറി ഇതിനകത്തോട്ട് കയറാം. അയ്യോ, കയറാൻ കഴിയുന്നില്ല. ഓക്കെ, സോ ഗൈസ്, ഇത് പാർട്ട് 1 ആണ് ഗൈസ്. അപ്പം ഇത് ഫുൾ വീഡിയോ ഗൈസ്, തെറ്റിപ്പോയി. ഓക്കെ, അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഗൈസ്. അതിനകത്ത് നമ്മൾ ഈ വീഡിയോ ഫുള്ളും വച്ച് തീർക്കും, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം ഗൈസ്. അപ്പം ഈ വീഡിയോ ലെന്ത് എന്തായാലും ഇപ്പം നല്ലോണം കൂടി കാണും ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കണം ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ ലവ് ആൻഡ് ബൈ എന്ന് പറയുന്നത് ഗൈസ്. നമ്മൾ ഒരു ചാനലും കൂടെ ഉണ്ട് ഗൈസ്. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഈ ചാനലിൻ്റെ ഹോം പേജ് എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്ത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് പോകുമ്പോൾ എൻ്റെ ആ ചാനലാണ് ഗൈസ്, റിയൽ TJ. അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ എടുത്തുന്നതായിരിക്കും. ലവ് യു ആൻഡ് ബൈ.